എല്ലാ കൂട്ടുകാർക്കും ഭവിൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചപ്പാത്തിക്കും വൈറ്റ് റൈസിനൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ, പെട്ടെന്നെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിപ്പിൻ്റെ കറി കേട്ടോ. ഇതൊരു ആന്ധ്ര സ്റ്റൈലാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടത് ഒരു 2 വലിയ തക്കാളി, ഒരു 3-4 പച്ചമുളക്, ഒരു 2-3 വറ്റൽമുളക്, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണേ. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 6-7 അല്ലി. അപ്പോൾ ഇത്രയും മതിയാവും. അപ്പോൾ അതിൻ്റെ അകത്തൊന്ന് നോക്കേണ്ടത് ചെറിയ ജീരകമാണ്, പെരുംജീരകമല്ല, ചെറിയ ജീരകം തന്നെ എടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഇത് കുക്കറിലാട്ടോ ഞാൻ ആക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണയല്ല നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് തന്നെ ചേർക്കണം, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഒരു 1-2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കുന്നില്ല, ഈ ചെറിയ ജീരകം കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞ് ചേർക്കേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഉണ്ടല്ലോ, അതൊരു 2-3 പീസാക്കി. അപ്പോൾ ഇനി എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴത്തെ ഭാഗം ഒഴിവാക്കിയിട്ട് മിഡിൽ ഭാഗവും ലാസ്റ്റ് ഭാഗവും എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തിരിക്കുന്നത്. എനിക്ക് ഒത്തിരി പച്ചമുളകിൻ്റെ എരിവുള്ളതുകൊണ്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരണം. അപ്പോൾ അതുകൊണ്ട് ആ മിഡിൽ ഭാഗവും ലാസ്റ്റ് ഭാഗവും കൂടെ എടുത്തു. അപ്പോൾ അങ്ങനെ ഒരു 2-3 വറ്റൽമുളക് കൂടെ എടുത്തു. അപ്പോൾ ആ വറ്റൽമുളകൊന്ന് ആ നെയ്ക്കകത്ത് കിടന്നൊന്ന് കിറുകിറാന്നാവണം കേട്ടോ. അത് സ്മൂത്തായിട്ടിരിക്കുന്നതൊന്ന് സ്റ്റിഫാവണം. അപ്പോൾ അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും ഇനി നമ്മൾ ബാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബാക്കിയെല്ലാം തക്കാളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, അപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് അത് അവിടെ കിടന്ന് നല്ലപോലെ വഴലണമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കുറച്ച് തീ കൂട്ടിയിട്ടാലും കുഴപ്പമില്ല. കുറച്ചൊരു ഫുള്ള് വേണ്ട, മീഡിയമിനേക്കാളും കുറച്ചുകൂടെ കൂട്ടിയിട്ടിട്ട് അതിനി അവിടെ കിടന്നിട്ടൊന്ന് നല്ലപോലെ വഴലണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനു വേണ്ടി കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് കിടന്ന് ഇതെല്ലാം ഒന്ന് സ്മൂത്താവണം, തക്കാളി എല്ലാം ഒന്ന് സ്മൂത്താവണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഈ കറിക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആട്ടോ, അല്ലാതെ ഇനി ഒരു പൊടി ഇതിനകത്ത് ചേർക്കുന്നില്ല. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് സ്മൂത്തായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് പരിപ്പ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി അതിലേക്ക് ഓവറാക്കി വെള്ളം ഒഴിക്കില്ല, എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലൊരു നിൽക്കത്തക്ക വിധത്തിൽ ഒരു പൊടിക്ക് ഒരു ഇച്ചിരി അങ്ങനെ ഒരു അളവിന് ഇടണം കേട്ടോ. ഒത്തിരി വെള്ളം ഒഴിക്കല്ലേ. അപ്പോൾ നമുക്കിത് കുറച്ച് കട്ടിയായിട്ടാണ് വേണ്ടത്. അപ്പോൾ അതനുസരിച്ചുള്ള ആ പരിപ്പ് വേകാനുള്ള വെള്ളം മാത്രം ഒഴിച്ച് വെച്ചാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അടച്ചു വെച്ചു. 3 വിസിൽ അതിൻ്റെ പ്രഷർ കൂടെ ഉള്ളൂ. ഇതാ അടിപൊളി പരിപ്പ് കറി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അത് നല്ല സ്മൂത്തായിട്ട് നല്ല വെന്ത് നല്ല പരുവത്തിന് കിട്ടും കേട്ടോ ആ ഒരു സമയം കൊണ്ട്. പിന്നെ പരിപ്പിൻ്റെ വേവ് പോലെ ഇരിക്കും, അത് നിങ്ങൾ നോക്കി ചെയ്താൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതിപ്പോൾ കറി റെഡി ആയിരിക്കണം. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ചേർക്കാം, അല്ലെങ്കിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ചപ്പാത്തി അല്ലെങ്കിൽ വൈറ്റ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ പണി എളുപ്പമാവും, നല്ല ടേസ്റ്റി ഒരു പരിപ്പ് റെഡിയാവും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.